കൈക്കൂലി കേസിൽ അറസ്റ്റിലായ മുൻ RTO TM ജേഴ്സന്റെ സ്വത്ത് വിവരങ്ങൾ ശേഖരിച്ച് വിജിലൻസ്. രജിസ്ട്രേഷൻ ഐജിക്ക് വിജിലൻസ് കത്ത് നൽകി. ജേഴ്സന്റെയും കൂട്ടുപ്രതികളുടെയും വിജിലൻസ് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ജേഴ്സനെതിരെ വിജിലൻസിന് കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിജീഷ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, TM ജേഴ്സൺ ഇവിടെ നിൽക്കുമ്പോൾ ഈ RTO എന്ന നിലയിൽ എറണാകുളത്ത് ജോലി ചെയ്യുമ്പോൾ മാത്രമല്ല നിന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ കൈക്കൂലിക്കാരനായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന നിരവധി പരാതികളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസിൽ ലഭിക്കുന്നത്. കാരണം എന്തെങ്കിലും ഇത്തരം അഴിമതിക്കാർക്കെതിരെ കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ കൈമാറാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് ചില നമ്പറുകൾ പുറത്ത് വിട്ടിരുന്നു, ഫോൺ നമ്പറുകൾ പുറത്ത് നൽകിയിരുന്നു. ആ നമ്പറുകളിലേക്കുള്ള കോളുകളായിട്ടാണ് പ്രധാനമായും ജേഴ്സനെതിരായ പരാതികൾ ഉയരുന്നത്. തങ്ങളിൽ നിന്നും ജേഴ്സൺ ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന് ബസ് ഉടമകൾ അടക്കമുള്ള ആളുകളാണ് പരാതി പറയുന്നത്. നിലവിൽ ബസ് റൂട്ടിന് പെർമിറ്റ് അനുവദിക്കുന്നതിന് വേണ്ടി 5000 രൂപ കൈക്കൂലി വാങ്ങുമ്പോൾ 5000 രൂപയും മദ്യക്കുപ്പികളും കൈക്കൂലിയായി ഇടനിലക്കാർ വഴി വാങ്ങാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു TM ജേഴ്സൺ എറണാകുളം RTO പിടിയിലാകുന്നത്. ആദ്യം ഈ ഏജന്റുമാരെ പിടിച്ചു, പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ജേഴ്സന് വേണ്ടിയാണ് എന്ന് വ്യക്തമായത്. അങ്ങനെ ജേഴ്സന്റെ വീട്ടിൽ അന്വേഷണ സംഘം, വിജിലൻസ് സംഘം പരിശോധന നടത്തിയപ്പോൾ ആയിരക്കണക്കിന് വിലയുള്ള മദ്യത്തിന്റെ കുപ്പികളും പാക്കറ്റുകളുമായിരുന്നു അവിടെ നിന്ന് ലഭിച്ചത്. പലപ്പോഴും കൈക്കൂലിക്കൊപ്പം മദ്യവും വേണമെന്ന് ഒരു നിർബന്ധം ജേഴ്സൺ പറഞ്ഞിരുന്നു ഈ വാങ്ങുന്ന ആളുകളോടും. മാത്രമല്ല ഈ ഏജന്റുമാരോടും കൈക്കൂലിയായി വാങ്ങുമ്പോൾ അവരോട് മദ്യം കൂടി ചോദിച്ച് വാങ്ങണമെന്നെല്ലാം പറയുകയും ചെയ്തു. സമാനമായ രീതിയിൽ തങ്ങളിൽ നിന്നും 5000-ഉം 10000 രൂപയും എല്ലാം തന്നെ കൈക്കൂലി വാങ്ങി എന്നാണ് മറ്റു ചില ബസ് ഉടമകളും ഇതേ രീതിയിൽ തന്നെ ബസ് റൂട്ടിന് പെർമിറ്റ് അനുവദിക്കുന്നതിന് വേണ്ടിയും പെർമിറ്റ് മാറ്റി നൽകുന്നതിന് വേണ്ടിയും എല്ലാം തന്നെ ജേഴ്സന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സാധാരണ നിലയിൽ ലഭിക്കുമാകുമെന്ന അപേക്ഷകൾ പോലും, പരിഗണിക്കാവുന്ന അപേക്ഷകൾ പോലും വച്ചു നീട്ടിക്കൊണ്ടായിരുന്നു ജേഴ്സൺ അതിനുള്ള ഒരു കൈക്കൂലിക്കുള്ള അവസരമാക്കി മാറ്റിയിരുന്നത് എന്ന കാര്യവും അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പരാതികളിലേക്ക് അന്വേഷണം നടക്കുന്നു. ഒപ്പം തന്നെയാണ് ജേഴ്സന്റെ അനധികൃത സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച് പ്രാഥമികമായി അന്വേഷണം നടത്തിയപ്പോൾ തന്നെ വരവിൽ കവിഞ്ഞ സ്വത്ത് ജേഴ്സൺ സ്വന്തമാക്കിയതായി അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഭൂമിയും മറ്റു വസ്തുവകകളും എല്ലാം തന്നെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അത് നിലവിൽ ജേഴ്സൺ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ജേഴ്സന് കിട്ടുന്ന ശമ്പളത്തിന്റെ ആനുപാതികമായ ഒരു വരവിന് കണക്കായ സ്വത്തുക്കളായിരുന്നില്ല ജേഴ്സൺ സമ്പാദിച്ചത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായി തന്നെ എവിടെയെല്ലാമാണ് ജേഴ്സൺ എന്ന വ്യക്തിയുടെ പേരിൽ അല്ലെങ്കിൽ ആളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ പേരിൽ സ്വത്തുവിവരങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ ഐജിക്ക് വിജിലൻസ് കത്ത് നൽകിയിട്ടുള്ളത്. മാത്രമല്ല റെയ്ഡിൽ പിടിച്ചെടുത്ത വിവരങ്ങളുടെയും രേഖകളുടെയും എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ മറ്റു ചില ഭാഗങ്ങളിൽ സ്വത്തുക്കൾ ഉള്ളതിന്റെ വിശദാംശങ്ങൾ വിജിലൻസ് സംഘത്തിന് ശേഖരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് ഈ ബസ് ഉടമകളുടെ പരാതികൾ മാത്രമല്ല മറ്റു ചില പരാതികളും ജേഴ്സനെതിരെ ലഭിക്കുന്നുണ്ട്. അത് പ്രധാനമായും ചില വ്യവസായ സംരംഭങ്ങളിൽ പങ്കാളികളാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അടക്കം ജേഴ്സൺ തട്ടിപ്പ് നടത്തിയെന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു യുവ സംരംഭകൻ ഇക്കാര്യത്തിൽ പരാതിയുമായി രംഗത്ത് വന്നു. തന്റെ 75 ലക്ഷം രൂപയാണ് ജേഴ്സന് ഭാര്യയുടെ പേരിലുള്ള സ്ഥാപനത്തിന് വേണ്ടി തട്ടിയെടുത്തത്. എറണാകുളം നോർത്തിൽ ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനം ആരംഭിക്കുന്നതിന് വേണ്ടി അതിന്റെ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 75 ലക്ഷം രൂപയ്ക്കുള്ള സ്റ്റോക്ക് താൻ അവിടെ എത്തിച്ച് നൽകി. ആ സ്റ്റോക്കിനുള്ള പണം ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ കേസിൽ കൊടുക്കും, കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു ജേഴ്സൺ ചെയ്തത് എന്ന കാര്യം ഈ യുവ സംരംഭകൻ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിരവധി പരാതികൾ ഒരു ഭാഗത്ത് വരുന്നു. ഇതിനിടയിലാണ് സ്വത്തുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് കൂടി കടക്കുന്നത്. മാത്രമല്ല വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് നൽകാൻ എന്ന് പറഞ്ഞ് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വലിയ തുക 15 ലക്ഷം രൂപ വരെ മാസം ജേഴ്സൺ പിരിച്ചിരുന്നതായ ചില മൊഴികൾ ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ശരി ജിജീഷ്.